ഇപ്പോൾ സന്തോഷ് കൂടി കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ കണ്ണൂരിൽ രാവിലെ മാധ്യമങ്ങളെ കണ്ടു. ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചൊരു അന്വേഷണം നടക്കുന്നുണ്ട്. അത് ADGP അജിത് കുമാറിനെതിരെയുമുണ്ട്. അതുപോലെ പത്തനംതിട്ട കണ്ണൂർ മുൻ SP ആയിരുന്ന സുജിത് ദാസിനെതിരെയുണ്ട്. അന്വേഷിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിയുമാണ്. പക്ഷേ CPIM നേതാവിനെ, പോളിറ്റ് ബ്യൂറോ അംഗത്തെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ സ്വാഭാവികമായും അതേക്കുറിച്ച് ചോദിക്കുന്നു, ആവർത്തിച്ച് ചോദിക്കുന്നു. അദ്ദേഹം പറയുന്നത് തൃപ്തിപ്പെടാതെ വീണ്ടും അതേക്കുറിച്ച് ചോദിക്കാൻ ശ്രമിക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ വാർത്ത മറ്റേത് ADGPയുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ചില ആരോപണങ്ങളാണ്. അതൊരു അന്വേഷണം നടക്കുകയാണ്. ഒരു പരാതി വന്നിട്ടുണ്ട്, അൻവറിൻ്റെ പരാതി അടക്കമുണ്ട്. അതെല്ലാം പരിശോധിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും യുക്തമായ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ഇന്നത്തെ ഒരു ദിവസത്തെ ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രീയ വാർത്ത എന്നുള്ളത് ദില്ലിയിൽ നിന്ന് ഇന്ത്യൻ എക്സ്പ്രസ് എഴുതുന്നു. കേരളത്തിൽ നിന്നുള്ളൊരു മുതിർന്ന MP എന്ന് വെച്ചാൽ ആദ്യമായി ജയിച്ചു പോകുന്നവരോ ഒന്നോ രണ്ടോ ടേമിൽ മാത്രം ഒതുങ്ങുന്നതോ അല്ലാത്ത ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്ന് വെച്ചാൽ ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ കാലങ്ങളായി നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ചൊരു നേതാവ്, അതുപോലെ തന്നെ ആ MP BJPയിലേക്ക് പോകാൻ താല്പര്യപ്പെട്ട് അങ്ങോട്ട് ചെന്നിരിക്കുന്നു എന്ന് എഴുതുന്നത് ദേശീയ തലത്തിൽ ദില്ലിയിൽ നിന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. അപ്പോൾ അത് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട വാർത്തയാണ്. പക്ഷേ എനിക്കൊന്ന് സന്തോഷമാണ് ആ ചോദ്യം വിജയരാഘവനോട് ചോദിച്ചത്. പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കളടക്കം മറ്റൊരു മാധ്യമ സ്ഥാപനവും ഇത്ര വലിയൊരു രാഷ്ട്രീയ വാർത്ത കേരളത്തിലേക്ക് വന്നിട്ടും അതേക്കുറിച്ച് സന്തോഷ് ചോദിച്ചതിൽ നിന്ന് പോലും ഒരു ചോദ്യം ചോദിക്കാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ എടുക്കാനോ തയ്യാറാകാത്തതും ഇന്ന് കണ്ണൂരിൽ കാണാനിടയായി എന്നുകൂടി പറയാതെ വയ്യ. സന്തോഷ്, എന്തായിരുന്നു അനുഭവം? പറയൂ, അദ്ദേഹം പറഞ്ഞതുകൂടി ചേർത്ത്. തീർച്ചയായും ശരത്ത്, ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വാർത്ത അതുതന്നെയാണ്. കാരണം ഒരു സർക്കാരിൻ്റെ ഭാഗമായ ഒരു ഉദ്യോഗസ്ഥനായ ADGP 16 മാസം മുൻപ് RSS നേതാവിനെ കണ്ടതിനെ സംബന്ധിച്ചായിരുന്നു വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇന്ന് വിജയരാഘവൻ CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തിനെതിരെ മാധ്യമങ്ങൾ തുടർച്ചയായ ചോദ്യങ്ങൾ, അതിന് നിരവധി ഉത്തരങ്ങൾ നൽകിയിട്ടും വളരെ കൃത്യമായ മറുപടി നൽകിയിട്ടും അവസാനിപ്പിക്കാതെ ആഗ്രഹിക്കുന്ന ഉത്തരങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഈ സംഭവത്തെക്കുറിച്ചുള്ള ചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധയിൽപ്പെടുത്താനോ മാധ്യമപ്രവർത്തകർ തയ്യാറായില്ല. കൈരളി ഈ കാര്യം വിജയരാഘവനോട് ചോദിച്ചിരുന്നു. അതിൽ വളരെ കൃത്യമായും അദ്ദേഹം നൽകിയിരിക്കുന്ന മറുപടി, ഇതിൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് BJPയിൽ ചേരാനായി ചർച്ച നടത്തിയതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മുൻ അനുഭവങ്ങൾ, കേരളത്തിലെ നേതാക്കന്മാരുടെ, കോൺഗ്രസ് നേതാക്കന്മാരുടെ മുൻ നിലപാടുകളും അവരുടെ പരാമർശങ്ങളും പ്രസ്താവനകളും രാജ്യത്തുൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരുടെ മുൻ നിലപാടുകൾ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ മറുപടി നൽകിയത്. ഒരു കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് MP BJPയിൽ ചേരാനായി ചർച്ച നടത്തിയത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത്ഭുതപ്പെടേണ്ട കാര്യമല്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിൽ നിന്നുള്ള പല പ്രമുഖരും ഇതിനോടകം BJPക്കാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്ന പത്മജ വേണുഗോപാൽ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് BJPയിൽ പോയി ചേർന്നത്. മാത്രമല്ല വിജയരാഘവൻ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവായ K കരുണാകരൻ്റെ വീട്ടിലേക്ക് RSSകാർ കയറിയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിന് അവസരമൊരുക്കി കൊടുത്തതും കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു ഇന്നത്തെ ചർച്ച നടത്തിയതിനെ നിലവിലെ സാഹചര്യത്തിൽ അത്ഭുതപ്പെടുത്തേണ്ടതില്ല എന്നാണ് വിജയരാഘവൻ വ്യക്തമാക്കിയത്. മാത്രമല്ല അദ്ദേഹം അസന്നിഗ്ധമായ ഒരു നിലപാടും പ്രഖ്യാപിച്ചു. ഈ കോൺഗ്രസ് ഇത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള BJPയിലേക്ക് വർഗീയ ശക്തികളുമായി സന്ധി ചെയ്യുമ്പോൾ CPM ഒരു കാലത്തും ഒരു തരത്തിലും വർഗീയ ശക്തികളുമായി സന്ധി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വിജയരാഘവൻ ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും ഈ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം, കേരളത്തിൽ ഇതിലൂടെ ഇപ്പോൾ വിജയരാഘവൻ അതേക്കുറിച്ച് പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, K കരുണാകരൻ്റെ വീട്ടിൽ പോലും RSSകാർ കയറുന്ന നിലയിലേക്ക് കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോകുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മളത് കണ്ടു എന്ന സാഹചര്യം, നേതാക്കൾ തന്നെ പോകുന്ന നിലയിൽ അവർക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വിജയരാഘവൻ്റെ പ്രതികരണത്തിലൂടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, അതിപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനാകട്ടെ, അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് K സുധാകരനാവട്ടെ, ഈ നേതാക്കൾക്ക് ഈ ഗൗരവപ്പെട്ട ദേശീയ വാർത്തയോട് പ്രതികരിക്കേണ്ടതായി വരില്ലേ? അവരുടെ കൂട്ടത്തിൽ, കേരളത്തിൽ നിന്നുള്ള UDF MPമാരുടെ കൂട്ടത്തിലെ കോൺഗ്രസ് MPമാരെല്ലാം സംശയത്തിൻ്റെ നിഴലിലാണ്. ഇതിലാരാണ് BJPയിലേക്ക് പോകാൻ ഇപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്? ഇവരിൽ ആരാണ് BJP നേതൃത്വത്തെ സമീപിച്ചിട്ടുള്ളത്? അതിൽ തന്നെയും ആളുകൾക്ക് ഈ എല്ലാ കോൺഗ്രസ് MPമാരിൽ തന്നെ പലരെയും പല കാരണങ്ങൾ കൊണ്ട് സംശയിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാം അവരെക്കുറിച്ച്.
അങ്ങനൊരു സാഹചര്യമുണ്ട്. കെ പി സി പ്രസിഡന്റ് തന്നെ ആ നിലയിൽ മുൻപ് ശക്തമായ പ്രതികരണം നടത്തിയത് വലിയ വിവാദമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ നേതൃത്വത്തിന് പ്രതികരിക്കേണ്ടതായി വരുമോ? സി പി ഐ എമ്മിൻ്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. പോളിറ്റ് ബ്യൂറോ അംഗം പ്രതികരിച്ചൊരു സാഹചര്യം കൂടിയുണ്ടല്ലോ. തീർച്ചയായും രാഷ്ട്രീയ ധാർമ്മികതയുടെ പുറത്തെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഇതിനോട് പ്രതികരിക്കണം. മാധ്യമങ്ങൾ ഒരുപക്ഷെ ഈ ചോദ്യം ചോദിക്കുമോ നേതാക്കന്മാരോട് എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. കാരണം ഇന്ന് എ വിജയരാഘവൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതാണ് സംഭവിച്ചത്. പക്ഷേ ധാർമ്മികതയുടെ പേരിലെങ്കിലും കോൺഗ്രസ് നേതാക്കൾ അതിന് ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട്. രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ദേശീയ ദിനപത്രമാണ് ഈ വാർത്ത പുറത്തുവിട്ടത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറച്ച് നാളുകൾ മാത്രമേ ആകുന്നുള്ളൂ. കേരളത്തിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഈ എം പിമാരെ വിജയിപ്പിച്ച് വിട്ടത്. അത് ബി ജെ പിക്ക് എതിരായി നിൽക്കുന്നതിന് വേണ്ടിയാണ്. വർഗീയതക്കെതിരായ തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് ദില്ലിയിലേക്ക് എത്തിയത്. അവിടെ എത്തിയ ഉടനെ ബി ജെ പിയുമായി ചർച്ച നടത്തി ബി ജെ പിയിലേക്ക് പോകാനുള്ള ശ്രമം നടത്തി എന്നുള്ള ഗൗരവകരമായ വാർത്ത തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും കെ പി സി സി അധ്യക്ഷനും ഈ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ മറുപടി പറഞ്ഞേ മതിയാവൂ. കെ പി സി സി അധ്യക്ഷൻ നേരത്തെ തന്നെ പലതവണ ഈ ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും മാധ്യമങ്ങൾ പലപ്പോഴും ഇത് ഈ രീതിയിൽ തമസ്കരിക്കാൻ ശ്രമിച്ചാലും ഇത് വലിയ വാർത്തയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ഇക്കാര്യത്തിൽ ജനങ്ങളോട് മറുപടി പറയേണ്ട ബാധ്യത കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ശരത്, റൈറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ സന്തോഷും വിഷ്ണു തലവൂരും ഇതുമായി ബന്ധപ്പെട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഇപ്പോൾ സ്ക്രീനിൽ കാണുകയും ചെയ്യാം. അതിനുള്ളിലാണ് അണിയറ കഥകളാണ്. രാഷ്ട്രീയത്തിലെ വളരെ സുപ്രധാനമായൊരു അണിയറ നീക്കം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക്, കൈപ്പത്തി വിട്ട് താമരയിലേക്ക് എന്ന നിലയിൽ ഇപ്പോൾ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ, ദില്ലിയിൽ നിന്ന് വിഷ്ണു തലവൂർ സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ വിജയിച്ച് ലോക്സഭാംഗമായി ദില്ലിയിലെത്തിയ ആ കോൺഗ്രസ് എം പിമാരിൽ ഒരാൾ, ആ ആൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയാണ്. എന്നുവെച്ചാൽ ഒരു നേതൃനിരയിൽ ചിരപരിചിതനായ ആളാണ് ആ വ്യക്തി എന്ന നിലയിൽ ഇന്ത്യൻ എക്സ്പ്രസ് എഴുതുന്നു. ഇത്തരം ഗൗരവപ്പെട്ട പല വിവരങ്ങളും ദേശീയ തലത്തിൽ ഇന്നത്തെ ദേശീയ മാധ്യമങ്ങളുടെ ഒരു പൊതു സമീപനം അറിയാവുന്നതാണ്. അതിൽ നിന്നൊക്കെ ഭിന്നമായി കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ഇന്ത്യൻ എക്സ്പ്രസ് കൊണ്ടുവന്നിട്ടുള്ള വെളിപ്പെടുത്തലുകൾ പലതും ശരിയാവുന്ന, ആ നിലയിൽ ഗൗരവമായ ചർച്ചകൾ നടന്നു എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് വിശ്വസനീയമായി ഏറ്റെടുക്കാൻ കഴിയുന്ന നിലയിൽ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതുകൂടി ദേശീയ ദിനപത്രങ്ങളിൽ, മാധ്യമങ്ങളിൽ നിന്ന് സംശയലേശമന്യേ നമുക്ക് പറയാവുന്നത് തന്നെയാണ്. അതുതന്നെയാണ് ആ വാർത്തയ്ക്ക് അതിൻ്റെ കൂടുതൽ ഗൗരവ സ്വഭാവം കൈവരുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിലാണ് പറയുന്നത്, ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുകയും ചെയ്യാം, സീനിയർ കോൺഗ്രസ് ലീഡർ എന്നാണ് ആ വാർത്തയിൽ ഇന്ത്യൻ എക്സ്പ്രസ് വിശേഷിപ്പിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, എം പിയാണ്, ബി ജെ പി നേതൃത്വത്തെ സമീപിച്ചു. എന്നാൽ ചില ആളുകൾക്കെങ്കിലും ചില ആശയക്കുഴപ്പങ്ങൾ, ബി ജെ പി നേതൃനിരയിലെ ചില ആളുകൾക്കെങ്കിലും ഈ നേതാവിൻ്റെ വരവ് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ്. പക്ഷേ ദേശീയ തലത്തിലെ ഒരു പൊതുവികാരം അങ്ങനെയാണെങ്കിൽ, അതുകൊണ്ട് അങ്ങനെ അവർ വിചാരിക്കണമെങ്കിൽ ഈ എം പിമാരിൽ ആരായിരിക്കും അങ്ങനെ ഒരു തലത്തിലവർ ഒരു എം പിയെ കാണുന്നത്? പലരെയും ഇരുകൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ ഈ എം പിയുടെ കാര്യത്തിൽ വരുമ്പോൾ അങ്ങനെ ഒരു ആലോചന ബി ജെ പി നടത്തണമെങ്കിൽ അതിനെന്താവും കാരണം? രാഷ്ട്രീയമായി യുക്തിസഹമായി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പേര് വെളിപ്പെടുത്തിടത്തോളം കാലം ആ നിലയിൽ പറയുന്നതിലും ചില അനൗചിത്യങ്ങളുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഈ അവ്യക്തത അല്ലെങ്കിൽ അവരുടെ എം പിമാരെയൊക്കെ ആ നിലയിൽ പാളയം വിട്ട് ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്ന് എല്ലാവരെയും സംശയിക്കാവുന്ന വിധത്തിൽ അവരിൽ ഒരാൾ, അപ്പോൾ അതാരാണ് എന്ന പ്രധാനപ്പെട്ട സംശയം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപാകെ ഉന്നയിക്കുമ്പോൾ അതേക്കുറിച്ച് വിശദീകരിക്കാൻ, രാഷ്ട്രീയമായി മറുപടി പറയാൻ കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ തയ്യാറാവേണ്ടതായി വരും. ഇന്ന് എ വിജയരാഘവൻ തന്നെ, CPM പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ അതിൽ പ്രതികരിച്ചതോടെ കോൺഗ്രസിന് ആ ഉത്തരവാദിത്വം ഏറുക കൂടിയാണ്.